വാഗ്ദത്തങ്ങളുടെ നായകനും നടത്തിപ്പുകാരനുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. തോറ്റ് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, ജയാളികളാകുക എന്നതാണ് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം. ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന മുഖ്യമായ പഠനം റിഡംഷൻ അല്ലെങ്കിൽ വീണ്ടെടുപ്പ്. തകർച്ചയിൽ കിടന്നതിനെ അല്ലെങ്കിൽ തകർന്നു പോയതിനെ തള്ളിക്കളയുന്നതല്ല ദൈവസ്നേഹം. തകർന്നു പോയതിനെ വീണ്ടെടുത്ത് പിന്നെയും പുതുക്കി പണിയുന്നതാണ് ദൈവസ്നേഹം എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ദൈവവചനത്തിൽ വളരെ പ്രസക്തമായി ജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തെ നോക്കിയവരും വിശുദ്ധ ജീവിതം നയിച്ചവരും യഥാർത്ഥ സത്യത്തിലൂടെ യാത്ര ചെയ്തവരും ജയാളികളായ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തെ നോക്കി ഇറങ്ങിത്തിരിച്ചവർ അനേക കഷ്ടത്തിലൂടെയും പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുമ്പോൾ ജീവിതയാത്രയിൽ ദൈവം അവർക്ക് സഹായവും തുണയുമായി നിൽക്കുകയും മാത്രമല്ല പ്രതിസന്ധി മേഖലകളിൽ വിശ്വസ്തത കാത്തു സൂക്ഷിച്ചതുകൊണ്ട്, ധൈര്യം കാത്തു സൂക്ഷിച്ചതുകൊണ്ട് അവർ ജയാളികളാകുകയും ചെയ്യുന്നത് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നു: ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്, എങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ ഒരുവനേ ഉള്ളൂ. ഇവിടെ അല്പസമയം ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ജയാളികളാകുക എന്നതിനെക്കുറിച്ചാണ്. അതിനായിട്ട് 1 യോഹന്നാൻ എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിത്തതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അതെ, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ഒരു യാത്ര നമ്മുടെ മുമ്പിലുണ്ട്. ആ യാത്രയുടെ നടുവിൽ നാം മനസ്സിലാക്കുക, പരാജിതരായി തോൽവി അണഞ്ഞ് ഒന്നുമില്ലാത്തവരായി തകർന്ന് തരിപ്പണമായി പോകുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവൻ നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരും സ്വന്തം ജനവും വിശുദ്ധ വംശവുമാക്കി പ്രത്യേക പദവികളോടെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. നമ്മിലെ അവസ്ഥ എന്താണ്? വിശ്വാസത്താൽ വാഗ്ദത്ത ദേശത്ത് അന്യദേശത്തെന്നതുപോലെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഭക്തന്മാരെ എബ്രായ ലേഖനം 11-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ വാഗ്ദത്തം ലഭിച്ച ദേശത്തും അന്യദേശത്തെന്നതുപോലെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒന്നിനു വേണ്ടി കാത്തിരിക്കുന്ന ഭക്തന്മാർ. മനസ്സിലാക്കുക, നാം ഈ ലോകത്തിൽ താൽക്കാലികമായി ജീവിക്കുന്നവരാ. ഈ ലോകത്തിൽ കെട്ടുറപ്പിച്ച് സകലതും നേടി പിടിച്ചടക്കി പലതും തകർത്ത് എന്നും സ്ഥിരമായി ജീവിക്കുവാൻ കഴിയുന്ന ഒരു ജീവിത സാഹചര്യമല്ല സൃഷ്ടിപ്പിൽ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്നത്. വാഗ്ദത്തം പ്രാപിച്ച ദേശത്തും അന്യരെ പോലെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമാകുന്ന ഒരു നഗരത്തിനു വേണ്ടി കാത്ത് ജീവിക്കുന്ന ഭക്തന്മാർ. എന്നാൽ ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന അനേകരുടെ യാത്ര ഇവിടെ സ്ഥിരതാമസക്കാരാണ്. സകലതും പിടിച്ചടക്കി സകലതും എനിക്കും എൻ്റെ തലമുറയ്ക്കും വേണ്ടി വയ്ക്കാമെന്ന് കരുതുന്ന അനേകരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമാകുന്ന ഒന്ന് നമ്മുടെ മുമ്പിലുണ്ടെന്ന് നാം മറന്നു പോകരുത്. പിന്നെയും നാം മനസ്സിലാക്കുമ്പോൾ എന്താണ് ദൈവസ്നേഹം നമുക്ക് കാണുവാൻ കഴിയുന്നത് 1 യോഹന്നാൻ്റെ ലേഖനം തന്നെ 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ
ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. എന്താണ് ദൈവത്തിൻ്റെ കൽപ്പന എന്ന് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ കൽപ്പന യേശു തൻ്റെ ലോകത്തിലായിരുന്നപ്പോൾ അന്യോന്യം സ്നേഹിപ്പീൻ എന്ന് പഠിപ്പിച്ചു. ഒരുവനേക്കാൾ മറ്റൊരുവൻ ശ്രേഷ്ഠനെന്ന് എണ്ണുവീൻ എന്ന് പഠിപ്പിച്ചു. അങ്ങനെ ലോകമനുഷ്യർ ചിന്തിക്കുന്നതിനേക്കാൾ, ബുദ്ധിജീവികൾ ചിന്തിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായൊരു പഠന നിലവാരം യേശു ലോകത്തിൽ വരച്ചു കാട്ടി. ക്രൂശിക്കുന്നവരെ, ഉപദ്രവിക്കുന്നവരെ, പീഡിപ്പിക്കുന്നവരെ തിരിഞ്ഞു നിന്ന് സൗഖ്യപ്പെടുത്തുകയും അവരോട് പരിതപിക്കാതെ അവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ എന്ന് സ്വർഗത്തിലെ ദൈവത്തെ നോക്കി വിളിച്ചു പറയുകയും ചെയ്യുന്ന ആർദ്രമായ സ്നേഹം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ടുന്ന പ്രധാനപ്പെട്ട ചില വ്യവസ്ഥകൾ എന്തെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇവിടെ താൽക്കാലികമാകുന്ന ജീവിത സാഹചര്യങ്ങളിലാണെന്ന് മനസ്സിലാക്കുക. രണ്ട്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് തിരിച്ചറിയുക. 3, 1 യോഹന്നാൻ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യവും വായിക്കുമ്പോൾ, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും എന്നുള്ള തിരിച്ചറിവോടുകൂടി ജീവിക്കുക. ലോകത്തിലെ താൽക്കാലികതകളുടെ നടുവിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് വെല്ലുവിധേനയും വിശ്വസ്തരായി ജീവിക്കുവാൻ ശ്രമിക്കുക. കാരണം അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. നാം ലോകത്തിൽ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ പ്രാപിച്ചാലും ദൈവകൽപ്പനകൾ പ്രമാണിക്കാതെ, ദൈവവചനമനുസരിക്കാതെ, ദൈവസ്നേഹം നിറഞ്ഞ ഒരു ജീവിതം കാഴ്ചവെക്കാതെ കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ കഴിഞ്ഞുവെന്ന് വരികയില്ല. ഒരുപക്ഷെ ദൈവവചനം പറയുന്ന കൽപ്പനകൾ പലതും നാം അനുസരിക്കുന്നുവെന്ന് വന്നേക്കാം. എന്നാൽ അതിലൊന്നും വിട്ടുപോകാതെ, ഒന്നും കുറവ് വരുത്താതെ പിന്നെയും ബാക്കി കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുസരിപ്പാൻ ഉള്ളത് നാം വ്യക്തമായി അനുസരിക്കുകയും ലോകത്തെ പ്രസാദിപ്പിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ തയ്യാറെടുക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ വിട്ടുകളയേണ്ടുന്നത്, ഒഴിഞ്ഞു മാറേണ്ടുന്നത്, ദൈവഹിതത്തിന് ചേരാത്തത് എല്ലാം വിട്ടൊഴിഞ്ഞ് ദൈവനാമത്തിൽ കൊള്ളാവുന്നവരായി, ഭക്തരായി ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ. അല്ല, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും എന്ന വചനപ്രകാരം ദൈവേഷ്ടം ചെയ്ത്, ദൈവത്തിന് പ്രസാദകരമായത് ചെയ്ത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ ജയാളികളായി ജീവിപ്പാൻ സർവശക്തനാകുന്ന ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്നാത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജയാളികളായി തീരേണ്ടതിന്, ലോകത്തെ ജയിപ്പാൻ, ശത്രുവിനോട് പോരാടുവാൻ, ലോകത്തിൽ കാണുന്ന ജഡിക സുഖങ്ങൾ, മോഹങ്ങൾ, താൽക്കാലികതകളെല്ലാം കർത്താവെ ചപ്പന്നും ചമറുന്നു എണ്ണി വിശ്വസ്തയോടെ മുൻപോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.